നാഗവല്ലി എന്ന കഥാപാത്രം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാകുന്നത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലൂടെയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് പിന്നിൽ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കലർന്ന ഒരു കഥയുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും ഭയാനകമായ എന്നാൽ അത്രമേൽ നമ്മൾ പ്രണയിച്ച ഒരു പേരാണ് നാഗവല്ലി. മണിച്ചിത്രത്താഴ് എന്ന സിനിമ ഇറങ്ങി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തരിപ്പ് വരും. എന്നാൽ ആരായിരുന്നു ഈ നാഗവല്ലി? വെറുമൊരു സിനിമാ കഥാപാത്രമാണോ അവൾ, അതോ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? നാഗവല്ലിയുടെ കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ്. പ്രശസ്തമായ തഞ്ചാവൂർ കൊട്ടാരത്തിലെ പ്രധാന നർത്തകിയായിരുന്നു അവൾ. കലയും സൗന്ദര്യവും ഒത്തുചേർന്ന നാഗവല്ലിക്ക് ആരാധകർ ഏറെയായിരുന്നു. എന്നാൽ തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലെ ഒരു നാട്ടുരാജ്യത്തെ കൊട്ടാരത്തിലേക്ക് അവൾ എത്തപ്പെടുന്നതോടെയാണ് കഥ മാറുന്നത്. നാഗവല്ലി ഒറ്റയ്ക്കല്ല അവൾ കേരളത്തിലേക്ക് വന്നത്. അവളുടെ ഹൃദയം കവർന്ന ഒരു കാമുകൻ അവൾക്ക് കൂട്ടിനുണ്ടായിരുന്നു. രാമനാഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നാഗവല്ലിക്കൊപ്പം ചുവടുവച്ചിരുന്ന സഹനർത്തകൻ രാജാവിൻ്റെ കണ്ണ് വെട്ടിച്ച് അവർ കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു വീട്ടിൽ രഹസ്യമായി കണ്ടുമുട്ടിയിരുന്നു. രാജാവിൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു.